ഹലോ, നമ്മുടെ മംഗലാപുരം വിശേഷങ്ങളുടെ 2ാം ഭാഗമാണ്. 1ാം ഭാഗം ഒത്തിരി പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഈ ഉത്സവങ്ങളിലും വഴിയോരങ്ങളിലും ഒക്കെ പൂക്കളും കുപ്പിവളകളും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അത് വാങ്ങണമെന്നോ തലയിൽ ചൂടണമെന്നോ ഒന്നും എനിക്ക് നിർബന്ധമില്ല. പക്ഷെ ഇത് കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നടക്കാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ഒരു ഹീലിംഗ് എഫക്റ്റ്, ഹീലിംഗ് പവർ എന്നൊക്കെ പറയുന്ന എന്തോ ഒന്ന് പൂക്കൾക്കും കുപ്പിവളകൾക്കും ഒക്കെ ഉണ്ട്. എനിക്ക് മാർക്കറ്റിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഇരിക്കുന്ന ഓർണമെന്റ്സിനെല്ലാം 100 രൂപ 150 രൂപ വിലയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല മീഷോ പോലെയുള്ള സൈറ്റുകളിൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത്രയും ഫിനിഷിങ്ങും ഇത്രയും വെയിറ്റും ഉള്ള ഓർണമെന്റ്സ് ഒക്കെ കിട്ടുമെന്ന്. അങ്ങനെ നടന്ന് ഉച്ചയിലെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ 2ാമത്തെ പ്രധാന അജണ്ട ഹോട്ടൽ MDBന്ന് ദൊന്നൈ ബിരിയാണി കഴിക്കലാണ്. ഒരു ഓട്ടോ വിളിച്ച് നേരെ മംഗലാപുരം KSRTC സ്റ്റാൻഡിന്റെ മുന്നിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴേ കാണുന്ന ഈ കുഞ്ഞു ഹോട്ടലാണ് ഹോട്ടൽ MDB. കാണുമ്പോൾ ഒരു ചെറിയ സെറ്റപ്പ് ആണെങ്കിലും അകത്ത് നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കാണ് കേട്ടോ. പണ്ട് എപ്പോഴോ ഇവിടെ നിന്ന് ഒരു ദൊന്നൈ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സ്വാദ് ഓർത്തിട്ട് ഇങ്ങനെ കൊതി വരില്ല, നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട്. ഈ നൊസ്റ്റാൾജിയോട് നീതി പുലർത്തുക എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് കഴിച്ച അതേ രുചിയും കൊതിയും ഒക്കെ ഉണ്ട്. ഇപ്പം ഇത് കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി. അതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് ഓർഡർ ചെയ്യുന്നതാണ് നമ്മുടെ ചിക്കൻ കബാബ്. നവീന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ബിരിയാണി കൊണ്ട് തന്നെ വളരെ സംതൃപ്തയാണ്. ഞങ്ങൾ കഴിച്ചത് സിംഗിൾ ചിക്കൻ ദൊന്നൈ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിന് 120 രൂപയാണ് വില. ഇവിടെ മട്ടണും എഗ്ഗും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ദൊന്നൈ എന്ന് പറയുന്നത് നമുക്ക് ഈ ബിരിയാണി പൊതിഞ്ഞു തരുന്ന ഇലയുടെ പേരാണ് കേട്ടോ.